ഹലോ അസ്സലാമലൈക്കും ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഈവനിങ് പുറത്ത് പോകുന്നുണ്ടേനു. അതിന്നൊരു ചെറിയൊരു വ്ളോഗാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് ഇതാ നടന്നു പോകുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് 1/4 മണിക്കൂർ ദൂരം ഉണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാൻ. നമ്മളിത് നടന്നു പോകുന്നതാണ്. ഇത് നമ്മളിങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോവുകയാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഫാമിലീൻ്റെ കൂടെയാണ് പോകുന്നത്. എൻ്റെ മോളും ഉണ്ട്. ഹലോ ഗൈസ്. ഹലോ ഗൈസ്. ഹായ് ഗൈസ്. അപ്പോൾ ബസ് സ്റ്റോപ്പിലെത്തിയിട്ട് കുറേ നേരം ബസ്സിന് കാത്തുനിന്ന്. അപ്പോൾ ബസ് കിട്ടിയിട്ട് നമ്മൾ ഓട്ടോ ടാക്സിയിലാണ് പോകുന്നത്. അപ്പോൾ കുറേ നേരം വെയിലത്ത് നിന്നുകൊണ്ട് തന്നെ ഓട്ടോ കയറിയൊരു കാറ്റ് കിട്ടാൻ തുടങ്ങി. അപ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടി. അപ്പോൾ എൻ്റെ മോളും ഇതാ പുറത്തേക്ക് അയച്ചെല്ലാം ആസ്വദിക്കുന്നുണ്ട്, നല്ലോണം ആസ്വദിക്കുന്നുണ്ട്. നല്ല കാറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഓള് തല പുറത്തെല്ലാം ഇടാൻ നോക്കി. അപ്പോൾ നമ്മൾ പിടിച്ചിരുത്തിയിട്ടുണ്ട്. തലശ്ശേരി കോൺവെൻറ്റ് സ്കൂൾ വഴിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിലോട്ട് പോയാൽ വേഗം എത്തും. അപ്പോൾ കടൽപ്പാലത്ത് പോകാൻ 2 വഴിയുണ്ട്. അപ്പം മറ്റേ വഴി അധികം ബ്ലോക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ തലശ്ശേരി മാർക്കറ്റ് വഴിയാണ് കയറിയത് കടൽപ്പാലത്തിലേക്ക്. അപ്പോൾ ഇത് കടൽപ്പാലം എത്തിയിട്ടുണ്ട്. അപ്പോൾ കടലിൻ്റെ ഭംഗിയെല്ലാം ഇങ്ങനെ ആസ്വദിക്കുന്ന സമയത്ത് ഉമ്മ പറഞ്ഞ് പോയിട്ടൊന്ന് കൈതച്ചക്ക വാങ്ങിയിട്ട് വരാം. കൈതച്ചക്ക ഉപ്പിലിട്ടില്ല, അത് പോയിട്ട് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഇതാ ഞാൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അത് വാങ്ങി വന്ന പാടെ തന്നെ എല്ലാവരും കൈയിട്ട് വരാൻ തുടങ്ങി. ഞാൻ വിചാരിച്ച എൻ്റെതും കൂടി അവർ കൊണ്ടുപോകുന്നു. പക്ഷെ എനിക്കിതാ ഒരു പീസ് അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു പീസ് കടിച്ചതിന് ശേഷം കടലിൻ്റെ അരികത്ത് ഇരുന്ന് തിന്നാന്ന് വിചാരിക്കുമ്പോൾ അവിടെ നിന്ന് ഒരാൾ നോക്കുന്നുണ്ടാ. തരൂല. ഇവിടെ എത്തിയാലും തൊട്ടേ ഒരാൾക്ക് എന്തോ നിധി കിട്ടിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാനി നടക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് പട്ടീനെല്ലാം കാണുമ്പോൾ ബൗബൗ ബൗബൗ എന്ന് പറഞ്ഞിട്ട് അതിനെ ഓടിക്കാനെല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ മോമോസ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മോമോ മീൽ വന്നിന്. കടൽപ്പാലത്തിൻ്റെ അരികെ തന്നെ ഞാൻ ഇവിടുന്ന് ഒരു പ്രാവശ്യം ഞാൻ ഷെസ്വാൻ മോമോസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഞാൻ ഓർഡർ ചെയ്തു. നല്ല ചൂടുണ്ട് മോമോസ്, നല്ല ചൂടോടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വായിലിട്ടപ്പാടെ എനിക്ക് തിന്നാനും പറ്റുന്നില്ല, ഇറക്കാനും പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു സ്ഥിതിയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം തിന്നപ്പോൾ അന്നത്തെ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മോമോസിൻ്റെ എരിവ് അങ്ങ് മാറ്റാൻ നമ്മൾ ചെത്ത് ഐസ് ഓർഡർ ചെയ്തു. അപ്പോൾ ഓര് പറഞ്ഞത് ചിരണ്ടി ഐസ് എന്നാണ്, നമ്മൾ ചെത്തൈസ് എന്ന് പറയാം. രണ്ടും കണക്കന്നെ, ഒരു മീനിങ് തന്നെയല്ലേ. മാംഗോ ഫ്ലേവറിലെ ചെത്തൈസാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ 2 കുലുക്കി സർവത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പില്ലേ, അതും പിന്നെ നന്നാരി സിറപ്പും അതെല്ലാം ഒഴിച്ച് കുലുക്കി എടുക്കുന്നുണ്ട്. പിന്നെ വേറെ എന്തെല്ലോ പേസ്റ്റെല്ലാം ഒഴിക്കുന്നുണ്ടിന്, എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ അത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് സോഡ ഒഴിച്ചിട്ടാണ് തരുന്നത്. അപ്പോൾ ഇതാണ് കുലുക്കി സർവത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുലുക്കി സർവത്തിന് നല്ല എരിവുണ്ടായിന്. അപ്പോൾ എനിക്ക് അധികം കുടിക്കാൻ പറ്റില്ല, വയറെല്ലാം പുകയുന്നുണ്ടായി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നെല്ലാം കുറേ ഫോട്ടോസൊക്കെ എടുത്ത് എന്നും കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുക്കാൻ പോകുന്നത് തല്ലുമാല ഫിലിം ഷൂട്ട് ചെയ്ത ലൊക്കേഷനില്ലേ, അവിടേക്കാണ്. അപ്പോൾ നമ്മളിതാ അവിടേക്ക് ഇങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പോൾ ഇതാ അടുത്ത ആർട്ടെല്ലാം കണ്ടില്ലേ, നല്ലൊരു മൊഞ്ചുള്ളൊരു ആർട്ടാണ്, നല്ല രസമില്ല കാണാൻ. അപ്പോൾ നമുക്ക് കുറേ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, അപ്പോഴത്തേക്ക് കുറച്ച് ഇരുടായി തുടങ്ങി. അപ്പോൾ അതിലോട്ട് കുറേ കാറും ജീപ്പും ബൈക്കും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്ന കാരണം കുറേ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളൊരു ഓട്ടോ പിടിച്ച് ഇനി വീട്ടിലേക്ക് മടങ്ങുന്നതാണ്. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.